രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിമാന അപകടങ്ങളിൽ ഒന്നാണ് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഇന്നുണ്ടായിരിക്കുന്നത്. എയർ ഇന്ത്യയുടെ 787-8 വിമാനം തകർന്നു വീണതിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2009 ഡിസംബർ 15-നാണ് ഈ എയർ ഇന്ത്യൻ വിമാനം ആദ്യമായി പറന്നുയർന്നത്. വളരെയേറെ പ്രത്യേകതയുള്ള വിമാന മോഡലാണ് തകർന്നു വീണ ബോയിംഗ് 787-8. ഇടത്തരം വലിപ്പമുള്ള വിമാനത്തിൽ ഇരട്ട എഞ്ചിനാണുള്ളത്. മികച്ച ഇന്ധനക്ഷമതയുള്ള വിമാനം സുഖകരമായ യാത്രാനുഭവം നൽകുന്നതിൽ പേരുകേട്ടതായിരുന്നു. വാണിജ്യ വിമാനങ്ങളിലുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ വിൻഡോകളാണ് ഇതിലുള്ളത്. മെച്ചപ്പെട്ട കാഴ്ചകൾ സമ്മാനിക്കുന്നതിനായി ഇലക്ട്രോണിക് ഡിമ്മിംഗ് നിയന്ത്രണങ്ങൾ ഉൾപ്പെടെ ധാരാളം അത്യാധുനിക സംവിധാനങ്ങൾ ഈ വിമാനത്തിലുണ്ടായിരുന്നു. വിമാനത്തിന്റെ 50% കാർബൺ ഫൈബർ റൈൻഫോഴ്സ്ഡ് പോളിമർ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വിമാനത്തിന്റെ ഭാരം കുറയ്ക്കാനും ഇന്ധനക്ഷമത കൂട്ടാനും സഹായിക്കുന്നു. ചിറകുകളുടെ അഗ്രഭാഗവും വിമാനത്തിന്റെ മുൻഭാഗവും പ്രത്യേക രീതിയിലാണുള്ളത്. അമേരിക്കൻ എയർലൈൻസ്, ബ്രിട്ടീഷ് എയർവേസ്, ജപ്പാൻ എയർലൈൻസ്, ഖത്തർ എയർവേസ്, എയർ ഇന്ത്യ, യുണൈറ്റഡ് എയർലൈൻസ്, എത്യോപ്യൻ എയർലൈൻസ് എന്നീ വിമാന കമ്പനികൾ ഈ ബോയിംഗ് വിമാനം ഉപയോഗിക്കുന്നുണ്ട്. 242 യാത്രക്കാർക്ക് ഇരിക്കാൻ കഴിയുന്ന തരത്തിലാണ് 787-8 വിമാനം സജ്ജീകരിച്ചിരിക്കുന്നത്. ടേക്ക് ഓഫിന് ശേഷം ഏകദേശം 7305 നോട്ടിക്കൽ മൈൽ ദൂരം വിമാനത്തിന് സഞ്ചരിക്കാനാകും. വിമാനം പറക്കുന്നതിനിടെ യാത്രക്കാർക്കുണ്ടാകുന്ന ജെറ്റ് ലാഗ് പോലുള്ള അസ്വസ്ഥതകൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന രീതിയിലാണ് സീറ്റുകൾ ഉൾപ്പെടെ സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ യാത്രക്കിടെ ശബ്ദം കുറച്ച് യാത്ര സുഗമമാക്കുന്നു.